ഡാൻസർ ആണോ? ഒരു ക്ലാസിക്കൽ ഡാൻസർ ആണ്. ഡാൻസർ ആണ് കേട്ടോ. ഒരു ഡാൻസർ ആയ 19 വയസ്സുകാരൻ 19 വയസ്സിന് എങ്ങനത്തെ ബിരിയാണി കച്ചവടം ചെയ്യാൻ തോന്നി? ഇല്ല, വീട്ടിലെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് അവര് ചെയ്യുന്ന കാര്യം നമ്മൾ പ്രോത്സാഹിപ്പിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് നിൽക്കുന്ന പയ്യനെ കേട്ടോ. അപ്പം ബിരിയാണി കച്ചവടമാണ്. ചിക്കൻ ബിരിയാണി 100 രൂപ എന്ന് പറഞ്ഞിട്ടാണ് അവൻ ബിരിയാണി വിൽക്കുന്നത്. എന്തായാലും നമുക്ക് അവൻ്റെ അടുത്തോട്ട് പോയിട്ട് ബാക്കി പ്രശ്നങ്ങൾ ചോദിക്കാം. എന്നിട്ട് ഈ നിൽക്കുന്ന ചെറുപ്പക്കാരനെ കണ്ടോ, അവരുടെ പേര് അഫ്സൽ അല്ലേ? അഫ്സൽ എങ്ങനെയുണ്ട് ബിരിയാണി കച്ചവടം? സുഖമായിട്ട് പോകുന്നു. ഇപ്പൊ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടിരുന്നു? ഉമ്മയും അപ്പ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു, ഞാൻ വിറ്റു കൊടുക്കും. ഓക്കെ. ഇപ്പൊ എത്ര വയസ്സായി? എനിക്കിപ്പോ 19 വയസ്സിന് എങ്ങനത്തെ ബിരിയാണി കച്ചവടം ചെയ്യാൻ തോന്നി? ഇല്ല, വീട്ടിലെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് അവര് ചെയ്യുന്ന കാര്യം നമ്മൾ പ്രോത്സാഹിപ്പിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. ഓക്കെ. ഒത്തിരി പേര് മേടിക്കുന്നുണ്ടല്ലേ? ഒരുപാട് പേര് വാങ്ങുന്നുണ്ട്. ഇപ്പം എല്ലാരും കണ്ടതിനൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് കറക്റ്റ് സ്ഥലം വരുന്നത് എവിടെയാന്ന് പറഞ്ഞത്? ഇത് ഫർണിക്കാവ് ടു ചക്കോളില് നടക്കാൻ നമ്മുടെ ഇതായിരുന്നു പനപ്പെട്ടി. ഇപ്പൊ റോഡ് സൈഡിൽ കാണാൻ പറ്റും. ഓഡിറ്റോറിയത്തിന്റെ അടുത്താണ് നമ്മുടെ അഫ്സലിന്റെ ബിരിയാണി കച്ചവടം. അഫ്സൽ ഇപ്പൊ എത്ര ആളായി ഇപ്പൊ ഇവിടെ? ഞാനിവിടെ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 6 മാസം ഒക്കെ ആവും. 6 മാസം ആവുന്നില്ല. ഡാൻസർ ആണോ? ഒരു ക്ലാസിക്കൽ ഡാൻസർ ആണ്. ഡാൻസർ ആണ് കേട്ടോ. ഒരു ഡാൻസർ ആയ 19 വയസ്സുകാരന്റെ അങ്ങനെയാണ് അത്യാവശ്യം വൈറലായത്. പ്രോഗ്രാമിന് ഇപ്പൊ പോകുന്നില്ല. ഞാൻ ഓൺലൈൻ വഴി ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്, അല്ലാണ്ട് പോകുന്നതെന്ന്. കുട്ടികളൊക്കെ ഉണ്ട് ഇല്ലേ? അത്യാവശ്യം ഒത്തിരി കുട്ടികളൊക്കെ ഉള്ളൊരു അധ്യാപകൻ കൂടിയാണ് അഫ്സൽ. ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ? ചിക്കൻ ബിരിയാണി മാത്രം ഉണ്ടാവും. ചിക്കൻ ബിരിയാണിയാണ്. ഇതുവഴി പോകുമ്പോൾ അഫ്സലിനെ കാണുമ്പോൾ ഉറപ്പായിട്ടും വണ്ടി വൃത്തി മേടിക്കണം. മേടിക്കുന്നവരൊക്കെ ഇവിടെ കഴിക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. കഴിക്കുകയൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. നല്ല ബിരിയാണി ആണെന്നാണ് പൊതുവെ എല്ലാരും പറയാറ്. ഓക്കെ. അത്യാവശ്യം കച്ചവടം ഉണ്ടല്ലേ? എത്ര മണിക്ക് വരുന്നത് ഇവിടെ? നമ്മളൊരു 11 മണിക്ക് കറക്റ്റ് 11 മണിക്ക് വരും. പിന്നെ ഒരു 2:30-3 മണി വരെ കറക്റ്റ് ഇവിടെ കാണും. 3 മണിക്ക് മുമ്പേ തീരും. 11 മണിക്ക് വരും, 3 മണിക്ക് മുമ്പ് തീരും. അപ്പൊ ഈ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ ബിരിയാണി വിൽക്കുന്നതിന് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഫേമസ് ആയി ഒരു കടയൊക്കെ ആവട്ടെ അല്ലേ? പ്ലാൻ ഉണ്ടോ? ഉണ്ട്, പറയുന്നുണ്ട് അവിടെ. ഇപ്പഴേ ഒന്നും നോക്കുന്നില്ല. എന്നാലും ആഗ്രഹം കാണുമല്ലോ? എന്തുമായിരിക്കും എന്നാലും കട തുടങ്ങണമെന്നൊരു ഉണ്ട്, ആഗ്രഹമുണ്ട്. വാപ്പായൊക്കെ പറയുന്നുണ്ട്, നോക്കാന്ന് ഞാനും പറഞ്ഞു. പറഞ്ഞ കടയാവട്ടെ. സത്യം പറഞ്ഞപ്പോ ബിരിയാണി എടുക്കാൻ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ ബിരിയാണി തീർന്നു. ഇപ്പൊ സമയം 2 മണി ആയതേ ഉള്ളൂ, ബിരിയാണി തീർന്നു. പിന്നെയും എണ്ണം കൂട്ടിയപ്പോ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് മുമ്പൊരു 60 കൊണ്ടുവരുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഒരു 70-80 ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അതിനനുസരിച്ച് പോകുന്നുണ്ട്. സാധനം പോകുന്നുണ്ട്. അപ്പൊ ഓക്കെ. അപ്പൊ എല്ലാവരും